പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ അതിന്റെ പ്രമേയം കൊണ്ടും അതിൽ ഉൾക്കൊള്ളുന്ന നന്മ കൊണ്ടും എപ്പോഴും വേറിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ വള്ളിക്കാപ്പറ്റ ബ്ലൈൻഡ് സ്കൂളിൽ പന്തല്ലൂർ സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് തേൻകനി. ഇതിന്റെ ഭാഗമായി 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 150 ഫലവൃക്ഷ തൈകളാണ് NSS യൂണിറ്റിലെ 50ഓളം അംഗങ്ങൾ ചേർന്ന് നട്ടുപിടിപ്പിച്ചത്. ഇതാണ് ഞങ്ങളുടെ തേൻകനി പ്രൊജക്റ്റ്. ഈ വർഷത്തെ ഏറ്റവും നല്ല ഒരു പ്രൊജക്റ്റാണ് ഞങ്ങളുടെ ഈ തേൻകനി. കേരള അന്ധവിദ്യാലയത്തിന് വേണ്ടി പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു സമർപ്പണമാണ് തേൻകനി പ്രൊജക്റ്റ്. 150 ഫലവൃക്ഷ തൈകൾ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ബെഡ് ചെയ്ത തൈകളാണ് ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത്. 3 വർഷം ഇതിൻ്റെ പരിചരണം മുഴുവനായിട്ടും ഈ NSS യൂണിറ്റാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 1-ാം വർഷത്തിലെയും 2-ാം വർഷത്തിലെയും NSS വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ ഒരു മരങ്ങൾ 150ഓളം മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചത്. 3 ദിവസത്തോളം വിദ്യാർത്ഥികൾ സാധനങ്ങൾ ഏറ്റി കൊണ്ടുവന്ന് കുഴിയിൽ മണ്ണും വളവും നിറച്ചുകൊണ്ട് ചെയ്ത ഒരു വലിയൊരു പ്രവർത്തനമാണ് ഈ തേൻകനി. മനസ്സ് നന്നാവട്ടെ. പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ മറ്റൊരു മനോഹരമായ പ്രൊജക്റ്റാണ് തേൻകനി. ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഈ പ്രൊജക്റ്റ് ആരംഭിച്ചത്. ഇവിടെ വള്ളിക്കാപ്പറ്റയിലെ ബ്ലൈൻഡ് സ്കൂളിൽ 2.5 ഏക്കറോളം വരുന്ന ഈ സ്ഥലത്താണ് ഞങ്ങൾ ഏതാണ്ട് 150 ഫലവൃക്ഷ തൈകളാണ് ഞങ്ങളിവിടെ നട്ടിട്ടുള്ളത്. അതിൽ മാവ്, പ്ലാവ്, സപ്പോട്ട, പേരയ്ക്ക, റംബുട്ടാൻ ഇങ്ങനെ ഒട്ടുമിക്ക എല്ലാം ഇവിടെ പിടിച്ചിട്ടുമുണ്ട്. ഇത്രയും തൈകൾ ഞങ്ങൾ നട്ടില്ല, എല്ലാം തന്നെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് എപ്പോഴും വെള്ളം നനക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ക്യാൻ വെച്ചിട്ടാണ് ഇതിൽ നനക്കുന്നത്. എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ക്യാനിൻ്റെ അടിഭാഗത്ത് ഒരു ഓട്ട വെച്ചിട്ട് അതിൽ ഏകദേശം 20 ലിറ്ററോളം വെള്ളം കൊള്ളും. അങ്ങനെ നമ്മൾ ഒരു ദിവസം നനച്ചു കൊടുത്താൽ 2 ആഴ്ചയ്ക്ക് പിന്നെ അത് മതി. അങ്ങനെ നനക്കാം. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഏറ്റവും ഒരു നല്ല രീതിയിലാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് 3 വർഷം കൊണ്ട് ഇത് കായ്ക്കും. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഇവിടെ നിന്ന് തന്നെ അവർക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളിവിടെ അധ്വാനം ചെയ്ത ഈ തൈകൾ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് സമൂഹത്തോട് പറയാൻ പറ്റും, അതേ മരം ഒരു മരമാണ്, നമ്മളത് നട്ടുപിടിപ്പിക്കണം. അത് നമുക്ക് തരുന്ന സന്തോഷം വളരെ വലുതാണ്. ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഞങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹവും അതുപോലെ ഞങ്ങളോട് തന്നെ ഒരുപാട് റെസ്പെക്റ്റും തോന്നുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു 3-4 ഏക്കറോളം ഈ സ്ഥലം ഫുള്ള് വെട്ടുപാറ നിറഞ്ഞൊരു സ്ഥലമാണ്. ഈ പ്രദേശം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് വെള്ളക്ഷാമമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു തേൻകനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാവിയിൽ ചിലപ്പോൾ ഇതൊരു ചെങ്കൽ കോറിയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ വെട്ടുപാറയും വെട്ടി മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ വെള്ളത്തിൻ്റെ ക്ഷാമം കൂടെ അല്ലാതെ ഒരിക്കലും കുറയില്ല. അപ്പോൾ ഞങ്ങൾ മറ്റൊരു ഉദ്ദേശം കൂടിയാണ് വെള്ള സംഭരണി കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വെട്ടുപാറ നശിക്കാതെ ഇവിടെ തന്നെ കടത്താൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഉദ്ദേശം കൂടിയാണിത് ഞങ്ങൾ ഈ തേൻകനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലൈൻഡ് സ്കൂളിലെ കുരുന്നുകൾക്ക് തങ്ങൾ നട്ടുപിടിപ്പിച്ച ഫലവൃക്ഷങ്ങളിലൂടെ വിവിധ തരം പഴങ്ങളുടെ മാധുര്യം നുണയാനുള്ള അവസരമൊരുക്കുക എന്നതാണ് തേൻകനിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. മാധുര്യമേറുന്ന പഴങ്ങൾ കായ്ക്കുന്ന ഫലവൃക്ഷത്തോട്ടം എന്നതിനു പുറമെ പ്രകൃതി സംരക്ഷണം എന്നൊരു നല്ല ഉദ്ദേശം കൂടെ തേൻകനിക്കുണ്ട്. എന്നും ഇവിടെ എത്തി തൈകൾ നനയ്ക്കാൻ പ്രയാസമായതുകൊണ്ട് അവയ്ക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ കുട്ടികൾ കണ്ടെത്തിയ മാർഗവും ഏറെ വ്യത്യസ്തമാണ്. 3 വർഷം കൊണ്ട് വള്ളിക്കാപ്പറ്റ ബ്ലൈൻഡ് സ്കൂളിലെ ഫലവൃക്ഷ തൈകൾ പൂത്ത് കായ്ക്കും. അവയിൽ നിന്ന് ലഭിക്കുന്ന നന്മയും സ്നേഹവും നിറഞ്ഞ പഴങ്ങളുടെ മാധുര്യം നുണഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾ വളരും.